കളരിസ്പന്ദനം കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്നു മുതൽ എല്ലാ ശനിയാഴ്ചകളിലും സുഭാഷിത സുഹൃതമെന്ന മുഴുമുത്തുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നു. ആദ്യമായി നീതിസാരത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. മനുസ്മൃതി, ചാണക്യനീതി, വിതുരനീതി, പഞ്ചതന്ത്രം എന്നീ പരമ്പരാഗതമായ ഗ്രന്ഥങ്ങളിൽ നിന്നും എടുത്ത സമാഹാരമാണ് ഞാനിവിടെ പറയുന്ന നീതിസാരം. ഏകദേശം 130 ശ്ലോകങ്ങളടങ്ങിയ ഈ പുസ്തകത്തിൽ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് ശ്ലോകങ്ങളും വ്യാഖ്യാനങ്ങളും കൊടുത്തിരിക്കുന്നത്. അതായത് അത്രയ്ക്കും ലളിതമായ ശൈലിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നർത്ഥം. ഏത് ജാതി മതഭേദമന്യേ കുട്ടികൾക്ക് സന്മാർഗത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു പുസ്തകം കൂടിയാണ് ഈ നീതിസാരം. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമുക്ക് ഒരുപാട് സുലഭമായി ലഭിക്കുന്നതാണ് സുഭാഷിതമെന്ന ഇത്തരം മോട്ടിവേഷനുകൾ. അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ തന്നെ ആയിരിക്കണം. പണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഗ്രാമങ്ങളിൽ കുട്ടികളെ ഗുരുകുല വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുമായിരുന്നു. ഗ്രാമത്തിലെ പണ്ഡിതന്മാർ അവരുടെ വീടുകളിൽ താമസിച്ച് പഠിക്കുവാനുള്ള സൗകര്യങ്ങളും അവർക്കായി ചെയ്തു കൊടുക്കും അത്രേ. കുട്ടികളെ എഴുത്തിന് ഇരുത്തിക്കഴിഞ്ഞാൽ സ്കൂൾ പോകുന്ന ആ കാലയളവിൽ ഇതുപോലുള്ള നീതിസാരം, ബാലപ്രബോധനം ഇങ്ങനെയുള്ള പുസ്തകങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അവർക്ക് അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളും അവർക്ക് ഈ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാൻ ഒഴിവു ദിവസങ്ങളിൽ അവരെ നിർബന്ധിച്ച് ഗുരുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കും. ഒരു സമൂഹത്തിൽ കുട്ടികൾ നല്ലൊരു മനുഷ്യനായി, അതായത് സത്യവും നീതിയും ന്യായവും തിരിച്ചറിവുകളും യുക്തിപരമായ ചിന്തകളിലൂടെ എന്തിനേയും അതിജീവിച്ച് കഴിയുവാൻ അതിനെ ഈ ഗ്രന്ഥങ്ങളെ പഠിക്കുന്നതിനുള്ള ഗുണങ്ങൾ ഏറെയാണ്. ഞാൻ ഈ ഉദ്യമത്തിന് തുടക്കം കുറിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ ആ ഗ്രാമത്തിലുള്ള കുട്ടികളെ നീതിസാരം, ബാലപ്രബോധനം എന്നിങ്ങനെയുള്ള ബുക്കുകളെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഈ ശ്ലോകങ്ങൾ മാത്രമല്ല, അതിലടങ്ങിയ തത്വങ്ങളും അവർക്ക് മനസ്സിലാകാനായി അതിനോട് കൊച്ചു കൊച്ചു കഥകളും എല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവരാണെങ്കിലോ സ്കൂൾ അവധി ദിവസങ്ങളിൽ അച്ഛൻ്റെ മുമ്പിൽ വളരെ താല്പര്യത്തോടു കൂടി ചമ്രം മടിഞ്ഞിരുന്ന് ഇവയൊക്കെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുമായിരുന്നു എന്ന് എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ അവരുടെ പുസ്തകങ്ങളിലേക്ക് ഈ ശ്ലോകങ്ങളെ എഴുതി കൊടുക്കുന്ന ചുമതല കൂടി അച്ഛൻ എനിക്ക് തന്നിരുന്നു. ഈ അവസരത്തിൽ ആ സ്മരണ കൂടി ഞാനിവിടെ പങ്കുവയ്ക്കട്ടെ. ഇതിനെക്കുറിച്ച് കേട്ട് അഭിപ്രായങ്ങളോ താല്പര്യങ്ങളോ കുറവുകളോ സംശയങ്ങളോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. നമ്മൾക്ക് തുടങ്ങാം. സദാശിവൻ മുതൽ ഗുരുനാഥൻ വരെ നീളുന്ന ഗുരുപരമ്പരയെ വന്ദിച്ച് ഇവിടെ ആരംഭിക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. പ്രണമ്യ സർവലോകേശം ദേവദേവേശ്വരം ഹരിം നീതിശാസ്ത്രം പ്രവക്ഷ്യാമി സർവശാസ്ത്രസമാഹൃതം. ഈ വരികളിൽ പറയുന്നു, സർവലോകങ്ങളിലും ഈശ്വരനായ ദേവാദിദേവനുമായ ശ്രീ ഭഗവാൻ വിഷ്ണുവിനെ പ്രണമിച്ചുകൊണ്ട് സർവശാസ്ത്രങ്ങളിൽ നിന്നും സമാഹരിച്ച് എടുത്ത നീതിശാസ്ത്രങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നു. ഇന്നത്തെ സുഭാഷിത സുഹൃതം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. നന്ദി, നമസ്കാരം.